ഹലോ, ഫേഷ്യലിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ അകത്തുനിന്ന് ആ സെയിം ഫേഷ്യൽ കിറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന്. ഡീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആ ഒരു നാച്ചുറൽസിൻ്റെ ഗോൾഡൻ ഫേഷ്യൽ കിറ്റിന് വരുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയാണ് വരുന്നത്. പിന്നെ അതിൽ 5 സ്റ്റെപ്സാണുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഫേഷ്യൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫങ്ഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ ഫേഷ്യലൊക്കെ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതൊക്കെ. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ട് എന്നാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരാഴ്ച മുമ്പേ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് ശേഷം, അതായത് ഫേഷ്യൽ ചെയ്തതിന് ശേഷം വെയിൽ പരമാവധി കൊള്ളാണ്ട് നിൽക്കുന്നതാണ് നല്ലത്. വെയിൽ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത ഫേഷ്യലിൻ്റെ യൂസൊക്കെ പോകും. അപ്പം വെയിലിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. ഫേസിൽ കുറച്ചെങ്കിലും ഒരു നനവ് വേണം. ആ നനവോട് കൂടിയിട്ടുള്ള ഫേസിൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഓരോ സ്റ്റെപ്സ് കഴിയുമ്പോഴും നമ്മൾ വാഷ് ചെയ്യല. വാഷ് ചെയ്താലും ഭയങ്കരമായിട്ടൊന്നും ടൊരക്കാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് കുറച്ചൊരു നനവ് എന്തായാലും ഫേസിൽ വേണം, ഫേഷ്യൽ കഴിയുന്നത് വരെ. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേഷ്യൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടാൻ മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് സഹായിക്കുന്നത്. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ടാനൊക്കെ മാറി ഒരു നല്ലൊരു ഗ്ലോ, നമുക്കൊരു ചെറിയൊരു ഷെയ്ഡ് കൂടിയതുപോലെയൊക്കെ നമുക്ക് തോന്നും. അതൊക്കെയാണ് ഈ ഫേഷ്യൽ കൊണ്ടുള്ള ഉപകാരവും. ഫേഷ്യലിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും ഫേഷ്യലിന് ശേഷം സോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല മുഖത്ത്. അതുപോലെ തന്നെ ഫേഷ്യൽ ചെയ്ത് മിനിമം ഒരു 6 മണിക്കൂറിനൊക്കെ ശേഷം മാത്രമേ ഫേസ് വാഷ് ചെയ്യാനും പാടുള്ളൂ. കാരണം ലാസ്റ്റ് നമ്മൾ ഒരു പോളിഷിങ് ക്രീം അപ്ലൈ ചെയ്യും. അത് ഫേസിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നതാണ് ക്ലെൻസിങ് സ്ക്രബ് വരുന്നത്. ഇത് 3 മിനിറ്റ് മാത്രമേ സ്ക്രബ് ചെയ്യേണ്ടതുള്ളൂ. അതും ഭയങ്കരമായിട്ട് ടൊരക്കാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ജെൻറ്റിലായിട്ട് ചെറുങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അതൊരു 3 മിനിറ്റ് ചെയ്ത് കൊടുക്കും. അത് ഫസ്റ്റത്തെ സ്റ്റെപ്പ് വരുന്നത് ക്ലെൻസിങ് സ്ക്രബാണ് വരുന്നത്. ഓവറായിട്ടിട്ട് മസാജ് ചെയ്യാനോ ഒന്നും പാടില്ല. നമ്മുടെ ഇത് സ്ക്രബ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നും ഡേർട്ടും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് സ്ക്രബ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പാണ് ജെല്ല് വരുന്നത്. ജെല്ലും 2 മിനിറ്റ് മാത്രമേ മസാജ് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. അതും ജെൻറ്റലായിട്ടുള്ള ചെറിയൊരു മസാജ് മാത്രം കൊടുക്കുക. സ്ക്രബ് ചെയ്ത് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ ജെല്ലിട്ടിട്ട് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കും. പിന്നത്തെ സ്റ്റെപ്പ് മസാജിങ് ക്രീം. ഇതാണ് ഫേഷ്യലിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സാധനം എന്ന് പറയാം. നമ്മൾ എത്രത്തോളം മസാജ് കൊടുക്കുന്നോ അത്രത്തോളം സ്കിന്ന് അത്രയും ബ്ലഡ് സർക്കുലേഷൻ വന്നിട്ടുണ്ടാവും. അത്രത്തോളം നല്ല തുടുത്ത് നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. അപ്പം മസാജ് മിനിമം ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഹൗ ടു യൂസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരാളെ സഹായം ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൽ മസാജ് വരുന്നത് 15 മിനിറ്റാണ് വരുന്നത്. നമ്മൾ മസാജ് 15 മിനിറ്റ് നമ്മൾ ചെയ്യും. ഓക്കെ, 3ാമത്തെ സ്റ്റെപ്പ് മസാജ്. 4ാമത്തെ സ്റ്റെപ്പ് വരുന്നത് പാക്ക് ഒരു 10 മിനിറ്റ് മാത്രമേ അപ്ലൈ ചെയ്ത് വെക്കണ്ടൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ ചെയ്യാനേ പാടില്ല. എപ്പോഴും ഫേസിൽ ഒരു ചെറിയൊരു നനവെങ്കിലും വേണം. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മൾ ഈ പാക്ക് ഇട്ട് വെക്കും ഫേസിൽ മാത്രമല്ല കഴുത്തിലും അതേപോലെ തന്നെ കാതിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ കളർ ഡിഫറൻസ് നല്ലപോലെ തീരും. ഒന്നുമില്ലെങ്കിൽ ചെറിയൊരു ഷെയ്ഡിങ്ങിന് നമുക്ക് മാറ്റം വരും. അപ്പോൾ ആ ചെറിയ ഷെയ്ഡ് മാറ്റം വരുമ്പോൾ നമുക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുത്തിലും ചെവിയിലും മുഖത്തും കൂടി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് പോളിഷിങ് ക്രീം വരുന്നത്. 5ാമത്തെ സ്റ്റെപ്പ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെടുത്താൽ മതി. കുറച്ചെടുത്തിട്ട് ചെറിയൊരു ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് സ്കിന്നിൽ അബ്സേർബ് ആവുന്നത് വരെ മസാജ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും നമ്മൾ താഴോട്ട് മസാജ് ചെയ്യാൻ പാടില്ല, മുകളിലോട്ട് മാത്രം മസാജ് ചെയ്യുക. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർലറിൽ പോകാണ്ട് വെറും 100 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്യാം. അങ്ങനെ
ആരെങ്കിലും ചെയ്ത് തരുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിട്ട് ഇരുന്ന് നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് ഈ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ആസ്വദിക്കാം. ഇല്ലെന്നാണെങ്കിൽ ആരും ചെയ്തു തരാനില്ല എന്നാൽ സ്വന്തം തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഞാൻ റിപ്ലൈ തരാം. എൻ്റെ ഒരു അറിവിൽ ഞാൻ തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.